ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രി തുടങ്ങിയുള്ള കുറേ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ രാത്രിയാകുമ്പോൾ ഭയങ്കര ബോറടിയാണ്, വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര സങ്കടമാണ്, ഒറ്റയ്ക്കാവുമ്പോൾ ഉള്ള കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാനും ഇക്കാടെ ബ്രദറിൻ്റെ വൈഫുമായിട്ട് ഒന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഫ്രഷ് ട്രീസ് എന്നുള്ളൊരു കഫേയിലാണ് വന്നത്. ഞാൻ മുമ്പ് ഇക്കാടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്പേസാണ്. ഭയങ്കര രസമാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട്. ഭയങ്കര എസ്തെറ്റിക് എന്നൊക്കെ പറയാം. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു മൂഡാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. ഞങ്ങൾ അന്ന് കഴിച്ചത് പാസ്തയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ പാസ്തയും പിന്നെ ബർഗർ അതൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അത് പാൽക്കപ്പയും കാളാഞ്ചി ഫിഷ് ഉണ്ടായിരുന്നു, അങ്ങനെ അതും ഫ്രൈ ആക്കി ഇതൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു. കുറച്ച് കൂടുതലായി പോയിട്ട് ക്വാണ്ടിറ്റി. ബർഗർ കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന് കാണാനായിട്ട് അത്യാവശ്യമുണ്ട്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ചെടികളുടെ സെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ബേർഡ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ 2-3 സെക്ഷനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ബാക്കി പാൽക്കപ്പ കുറച്ച് ബാക്കി വന്നു. അതൊക്കെ നമ്മൾ പാഴ്സലെടുത്ത് ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് നേരം ചെടിയും കിളികളെയൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വന്ന അന്ന് രാത്രിയാണ് കേട്ടോ അങ്ങനെ പോയത്. അപ്പോൾ പിറ്റേ ദിവസം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അവൻ്റെ ലഞ്ച് ബോക്സിലേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയോ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമ്മുടെ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് വറുത്തൊന്ന് മാറ്റി വെക്കുക. പിന്നെ നെയ്യ് ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ നമുക്ക് വേണ്ടത് അതൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റ് ഉണ്ടെന്ന് വിചാരിച്ച്, പക്ഷേ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബീൻസ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, നട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി 2 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം അത്രയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വറുത്ത് വെച്ച സേമിയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. കറിവേപ്പിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഗ്രീൻ പീസോ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതും ആപ്പിളും, പിന്നെ ആൾക്ക് പഴം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് അന്നത്തെ ദിവസം കഴിഞ്ഞു. അന്ന് രാത്രി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബിസ്മിയിൽ നിന്ന് വാങ്ങിയ ബ്രക്കോളി, മഷ്റൂമും ഒന്നും ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ഞാൻ ഉച്ച സമയത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പയ്യെ ജിമ്മും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത്. എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഒരുപാട് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ഇക്ക പോണേക്കാൾ മുമ്പ് തന്നെ എന്നെ ഇവിടെ അടുത്തുള്ളൊരു ജിമ്മിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ച് അവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മടി പിടിച്ച് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഇനി ഇറങ്ങണം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ബ്രക്കോളി ഒന്ന് ആദ്യം വേവിച്ചെടുത്ത്. ബ്രക്കോളിക്ക് അറിയാലോ നല്ല വേവാണ്. അപ്പോൾ അതിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്, അല്ലെങ്കിൽ അത് വേവില്ല. അപ്പോൾ 1/4 ഭാഗം വേവായി കഴിഞ്ഞപ്പോൾ മഷ്റൂമും നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. ഉപ്പും പെപ്പറും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് മസാല റെഡിയാക്കി. അപ്പോൾ പിറ്റേ ദിവസം ജിമ്മിലും രാവിലെ പോകണം കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള തോരന് വേണ്ടിയിട്ട് നമ്മുടെ കായയും അച്ചിങ്ങയൊക്കെ ഉണ്ടായി. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊരു ബോക്സിലാക്കി വെച്ചു. പിന്നെ രാവിലത്തേക്ക് പത്തിരി ഓൾറെഡി വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് കറിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ സിസ്റ്റർ ഓർഡർ ചെയ്ത് തന്ന കത്തിയാണ് കേട്ടോ. പുതിയ കത്തി വന്നിട്ടുണ്ട്. ഇവിടെ പഴയ കത്തികളൊക്കെ ഇരുന്ന് ഭയങ്കര കളറൊക്കെ മാറി എന്തോ പോലെയൊക്കെ ആയിട്ടാണ്. മൂർച്ചയെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല, എന്നാലും അതിൻ്റെ ഭംഗിയൊക്കെ പോയി. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് കത്തി 3 എണ്ണത്തിൻ്റെ സെറ്റ് ഓർഡർ ചെയ്തതാണ്. ഭംഗി മാത്രമല്ല കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി കത്തിയാണ്, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അങ്ങനെ അതൊക്കെ തലേ ദിവസമാണ് കേട്ടോ ചെയ്ത് വെച്ചത്. പിന്നെ രാവിലെ എളുപ്പമാണല്ലോ. നമ്മുടെ ഗീ റൈസിൻ്റെ അരി ഉണ്ടല്ലോ, ജീരകശാല, അതൊരു ഗ്ലാസ് 1.5 ഗ്ലാസോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് തലേ ദിവസത്തെ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് റൈസാക്കി.
പിന്നെ ആപ്പിളും നട്ട്സും ഒക്കെ ആയിട്ട് ലഞ്ച് ബോക്സ് സെറ്റാക്കി ആളെ വിട്ടു കേട്ടോ. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ജിമ്മിൽ പോകാമെന്നാട്ടോ വിചാരിക്കണേ. അപ്പോൾ നമ്മളുടെ മെഴുക്ക് വരട്ടിയും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അച്ചിങ്ങയും കായയും നല്ല സവാളയൊക്കെ വഴറ്റി നല്ലതായിട്ട് ചതമുളകൊക്കെ ഇട്ട്, എന്തായാലും ഇത് ഹാസിമ് കഴിക്കില്ല, അപ്പോൾ നല്ല എരിവിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതും സെറ്റായി. പിന്നെ റൈസും കുറച്ച് ബ്രൊക്കോളിയുടെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറ്റ് തുടങ്ങണം. നമ്മളുടെ അരി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുമോയെന്നറിയില്ല. അങ്ങനെ ഞാൻ 2 വെള്ളയപ്പവും കിഴങ്ങേറിയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് അതും കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനങ്ങനെ ജിമ്മിലേക്ക് പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ഹാസിമിൻ്റെ നമ്മുടെ സ്പേസ് തെറാപ്പി നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട്. അവൻ അവിടെ ആക്കിയിട്ട് ജിമ്മിൽ പോയി വരാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ OTയുടെ സമയത്ത് ചില സമയത്ത് ഞാൻ ഹാസിമിൻ്റെ കൂടെ അകത്തേക്ക് കയറേണ്ടതൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെല്ലണ സ്ഥലമായതുകൊണ്ട് എനിക്കൊരു മടിയൊക്കെ ആയിരുന്നു അകത്തേക്ക് കയറി ചെല്ലാനൊക്കെ ആയിട്ട്. ഞാനിതുവരെ അങ്ങനെ ജിമ്മിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ. അപ്പോൾ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പരെ കണ്ട് സംസാരിച്ചു. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു 1 മണിക്കൂർ. ഫസ്റ്റ് ഡേ പ്രോപ്പറായിട്ടൊന്നും അല്ല കേട്ടോ ചെയ്തത്. ഞാൻ ഫുള്ള് കാർഡിയോ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത്. ഇനി വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ട്, ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിറ്റേ ദിവസം തുടങ്ങിയാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടു. പിന്നെ വന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഹാസിമ് വന്നേക്കായി മുമ്പ് ഫുഡ് കഴിക്കലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ നടക്കാമല്ലോ. അപ്പോൾ കുറച്ച് റൈസ് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയ പോലെ തോന്നി. അപ്പോൾ അത് ഒന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വെജിറ്റബിൾസും എഗ് ബുൾസൈയൊക്കെ ആയിട്ട് ഒരു ഹെവി ലഞ്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വയറ് നല്ല ഫില്ലാവുമല്ലോ. ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസം ഹാസിമിന് കൊടുത്തു വിട്ട ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഫ്രൈ ചെയ്തു. പ്ലെയിൻ ആയിട്ടുള്ള ജീരകശാല റൈസ് ഞാൻ നെയ്യിലാണ് കേട്ടോ വേവിച്ചെടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ കപ്പലണ്ടി മിഠായി ഉണ്ടല്ലോ, അതും നട്ട്സും ആപ്പിളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഇന്ന് ഹാസിമിന് യെല്ലോ ഡേ ആണ് കേട്ടോ. അപ്പോൾ ടീച്ചർ രാത്രി 10 മണിയായപ്പോഴാണ് പറയുന്നത്. പിന്നെ ഭാഗ്യത്തിന് ഒരു യെല്ലോ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഫുഡ് ഞാൻ പുറത്ത് വന്ന് നിന്ന് വാരി കൊടുക്കുകയാണ് കേട്ടോ. വെള്ളയപ്പവും കിഴങ്ങേറിയൊക്കെ ആയിട്ട് ഞാനൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ കുറേ ദിവസത്തേക്ക് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് വെള്ളയപ്പത്തിൻ്റെ മാവും അതേപോലെ മാങ്ങ പാലൊഴിച്ച കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ടും 2-3 ദിവസം അങ്ങനെ ഓടിയിട്ടാണ്. എനിക്ക് എന്ത് കറി ഉണ്ടെങ്കിലും തോരൻ വേണമെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾ കുറവാണെങ്കിലും അത് ഞാൻ ഡെയിലി ഉണ്ടാക്കും കേട്ടോ. അതെനിക്ക് നിർബന്ധമാണ്. അതില്ലെങ്കിൽ എന്തോ പോലെയാണ് ഉച്ചയാകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ ലഞ്ച് ബോക്സ് പാക്കിങ്ങും കുക്കിങ്ങും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.